കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തത്തെ തുടർന്ന് പൂട്ടിയ കടകൾ തുറന്നു. മേയറുമായി നടത്തിയ ചർച്ചയിലാണ് കടകൾ തുറന്നതെങ്കിലും വ്യാപാരികളുടെ ആശങ്ക ഒഴിയുന്നില്ല. തീപിടുത്തത്തെ തുടർന്ന് കെട്ടിടത്തിലെ 40ഓളം കടകളാണ് അടച്ചുപൂട്ടിയിരുന്നത്. മേയറും വ്യാപാരികളും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. എന്നാൽ കടകൾ തുറന്നെങ്കിലും വൈദ്യുതി ഉൾപ്പെടെ സ്ഥാപിക്കാത്തത് വ്യാപാരികൾക്ക് ആശങ്കയുണ്ടാക്കുന്നു. കണ്ടില്ല, ഫുള്ള് ഡാമേജ്, സാധനം ഒഴിവാക്കാണ്, ഒരുപാട് നഷ്ടമെന്ന്, നമുക്ക് പണിയില്ല, ഇപ്പോൾ പ്രയാസമാണ്. ഇപ്പോൾ വരികയും വീണ്ടും പ്രതീക്ഷയിൽ തുറക്കാണ്, ശരിയായി. ഇപ്പോൾ മഴയാണ്, ഒക്കെ ബുദ്ധിമുട്ടാണ്. നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഇവിടെ പോയി കുറച്ച് ഈ ഫുഡിൻ്റെ അത് മാത്രം നാശം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പം നോക്കണം, വെള്ളം വെച്ചിട്ടുണ്ട്, മുകളിൽ നിന്നുള്ള വെള്ളം വരുന്നുണ്ട്. ഇത് തുറന്നതാണ്, ബാക്കിയൊക്കെ ഇനി നോക്കിയിട്ട് ചെയ്യാം. തീപിടുത്തത്തെ തുടർന്ന് ആഴ്ചകളോളം കട അടച്ചിട്ടതിനാൽ നിരവധി നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഡാമേജസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഡാമേജ് പീടിയൻ്റെ ബോർഡ്, കുറച്ച് സാധനങ്ങൾ, ഐസ്ക്രീം, പിന്നെ വെള്ളം, അങ്ങനത്തെ ഒക്കെ ഒരു 10-50,000 മേലെ നഷ്ടം ഉണ്ടാവും. ആളുകൾ വീണ്ടും കടയിലേക്ക് വരുമോ എന്നുള്ള ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. ആളുകൾ വന്നു തുടങ്ങുന്നുണ്ടോ? ഇല്ല, വന്നില്ല, ആരും കൈനീട്ടം തന്നെ കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മളിപ്പം തുറന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇന്നൊരു 8:30 കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന്, അതുവരെ ഫുള്ള് ഇത് അടച്ചിട്ട് തന്നെ ആയിരുന്നു. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കെട്ടിടം പഴയപടിയാകുന്നതിനായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.